ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ MED ലീഡ്സ് ആപ്പിലെ 28ാമത്തെ ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. MED ലീഡ്സ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ നമ്മുടെ എക്സാം പാസ്സാവാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, നിശബ്ദ മേഖലകളിൽ നിങ്ങൾ ഹോൺ മുഴക്കരുത്. ഓപ്ഷൻ ബി, നിങ്ങൾ മൾട്ടി ടോണുള്ള ഹോൺ ഉപയോഗിക്കരുത്. ഓപ്ഷൻ സി, അനാവശ്യ ശബ്ദം ഉണ്ടാക്കി വാഹനം ഓടിക്കരുത്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചരക്ക് വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് യാത്രക്കാരെ കൊണ്ടുപോകാം. ഓപ്ഷൻ എ, ട്രെയിലറിൽ. ഓപ്ഷൻ ബി, വാഹനത്തിൻ്റെ ചരക്കിനൊപ്പം. ഓപ്ഷൻ സി, കൂലിക്കോ പ്രതിഫലത്തിനോ വേണ്ടി. ഓപ്ഷൻ ഡി, യാത്രക്കാരെ കയറ്റാൻ കഴിയില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, യാത്രക്കാരെ കയറ്റാൻ കഴിയില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാഹനം ഓടിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം രേഖകൾ കൊണ്ടുപോകേണ്ടതില്ല? ഓപ്ഷൻ എ, ഡ്രൈവിംഗ് ലൈസൻസ്. ഓപ്ഷൻ ബി, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ സി, ഇൻവോയിസ്. ഓപ്ഷൻ ഡി, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൻവോയിസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാൻ ഇനി പറയുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത്? ഓപ്ഷൻ എ, യൂണിഫോമിലുള്ള പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ. ഓപ്ഷൻ ബി, യൂണിഫോമിലുള്ള ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ. ഓപ്ഷൻ സി, സർക്കാർ അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ബ്രേക്ക് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ഗിയറുകളുടെ സഹായത്തോടെ വാഹനം നിർത്തുന്നത് എങ്ങനെ? ഓപ്ഷൻ എ, ഗിയർ ന്യൂട്രലിലേക്ക് കൊണ്ടുവരുന്നു. ഓപ്ഷൻ ബി, എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഓപ്ഷൻ സി, ഗിയറുകൾ ഓരോന്നായി താഴ്ത്തുന്നു. ഓപ്ഷൻ ഡി, ക്ലച്ചും ബ്രേക്കും ഒരേ സമയം അമർത്തുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഗിയറുകൾ ഓരോന്നായി താഴ്ത്തുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് വാഹനം ഓടിക്കുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ, ഉച്ചത്തിലുള്ള സംഗീതം. ഓപ്ഷൻ ബി, ഒരു യാത്രക്കാരനുമായി തർക്കം. ഓപ്ഷൻ സി, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നീണ്ട യാത്രയുടെ വിരസത നിങ്ങൾക്ക് ഉറക്കം വരാൻ ഇടയാക്കും. അതിനാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കണം. ഓപ്ഷൻ എ, റോഡ് വിട്ട് വാഹനം നിർത്താൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി വിശ്രമിക്കുക. ഓപ്ഷൻ ബി, ചുറ്റുമുള്ള ഭൂപ്രകൃതിയിലേക്ക് നോക്കി ഭംഗി ആസ്വദിക്കുക. ഓപ്ഷൻ സി, നിങ്ങളുടെ യാത്ര വേഗത്തിൽ പൂർത്തിയാക്കാൻ വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക. ഓപ്ഷൻ ഡി, വിശ്രമത്തിനായി വാഹനം റോഡിൻ്റെ ഷോൾഡറിൽ നിർത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റോഡ് വിട്ട് വാഹനം നിർത്താൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി വിശ്രമിക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 15ഉം 16ഉം വയസ്സുള്ള 2 കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും നിങ്ങൾ കാറിൽ കയറ്റുന്നു. കുട്ടികൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നില്ലെന്ന് കണ്ടാൽ ആരാണ് ഉത്തരവാദി? ഓപ്ഷൻ എ, കുട്ടികളുടെ മാതാപിതാക്കൾ. ഓപ്ഷൻ ബി, ആ വാഹനത്തിൻ്റെ ഡ്രൈവറായ നിങ്ങൾ. ഓപ്ഷൻ സി, മുൻ സീറ്റ് യാത്രക്കാരൻ. ഓപ്ഷൻ ഡി, കുട്ടികൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആ വാഹനത്തിൻ്റെ ഡ്രൈവറായ നിങ്ങൾ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ശബ്ദ മലിനീകരണം കാരണമായേക്കാം. ഓപ്ഷൻ എ, മാനസിക സന്തുലിതാവസ്ഥ തെറ്റുന്നതിന്. ഓപ്ഷൻ ബി, ഡ്രൈവറുടെ ഏകാഗ്രതയെ. ഓപ്ഷൻ സി, കേൾവിശക്തിയെ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഡ്രൈവർ നിങ്ങളോട് മോശമായ ആംഗ്യം കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ, പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻ ബി, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് അവരെ അറിയിക്കുക. ഓപ്ഷൻ സി, നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ നിരവധി തവണ ഫ്ലാഷ് ചെയ്യുക. ഓപ്ഷൻ ഡി, നിങ്ങളുടെ ഹോൺ മുഴക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, L ചിഹ്നം പതിച്ച ഒരു വാഹനം റോഡിൽ കണ്ടാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം? ഓപ്ഷൻ എ,
നിങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ നിങ്ങളുടെ ഹോൺ മുഴക്കുക. ഓപ്ഷൻ ബി, ക്ഷമയോടെ അവരുടെ മന്ദഗതിയിലുള്ള പ്രതികരണത്തിന് തയ്യാറാകുക. ഓപ്ഷൻ സി, മുന്നോട്ടു പോകുന്നത് അവർക്ക് സുരക്ഷിതമാണെന്ന് സൂചിപ്പിക്കാൻ നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യുക. ഓപ്ഷൻ ഡി, എത്രയും വേഗം അവരെ മറികടക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്ഷമയോടെ അവരുടെ മന്ദഗതിയിലുള്ള പ്രതികരണത്തിന് തയ്യാറാകുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, വാഹനം ഓടിക്കുമ്പോൾ ക്ലച്ച് പെഡൽ ഏറെ നേരം ചവിട്ടി പിടിക്കുകയോ അല്ലെങ്കിൽ ന്യൂട്രലിൽ കൂടുതൽ നേരം വാഹനം ഓടാൻ അനുവദിക്കുകയോ ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷം എന്താണ്? ഓപ്ഷൻ എ, കൂടുതൽ ഇന്ധനം ഉപയോഗിക്കും. ഓപ്ഷൻ ബി, എഞ്ചിൻ അമിതമായി ചൂടാകാൻ കാരണമാകുന്നു. ഓപ്ഷൻ സി, നിങ്ങളുടെ നിയന്ത്രണം കുറയുന്നു. ഓപ്ഷൻ ഡി, ടയർ തേയ്മാനം മെച്ചപ്പെടുത്തുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നിങ്ങളുടെ നിയന്ത്രണം കുറയുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വാഹനം കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങുമ്പോൾ ക്ലച്ച് ചവിട്ടി ഇറക്കുന്നതും അല്ലെങ്കിൽ ഗിയർ ന്യൂട്രലിലാക്കി വാഹനം പോകുന്നതും അപകടകരമാകുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ, കൂടുതൽ ഇന്ധനം ഉപയോഗിക്കും. ഓപ്ഷൻ ബി, നിങ്ങളുടെ വാഹനം വേഗത കൂടുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യും. ഓപ്ഷൻ സി, എഞ്ചിൻ അമിതമായി ചൂടാകാൻ കാരണമാകുകയും എഞ്ചിന് കേടുവരുത്തുകയും ചെയ്യും. ഓപ്ഷൻ ഡി, ടയർ തേയ്മാനം മെച്ചപ്പെടുത്തുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നിങ്ങളുടെ വാഹനം വേഗത കൂടുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യും. 14ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ കനത്ത മഴയിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡാഷ് സാധ്യതയുണ്ട്. ഓപ്ഷൻ എ, വർദ്ധിക്കുവാൻ. ഓപ്ഷൻ ബി, കുറയുവാൻ. ഓപ്ഷൻ സി, 10 ഇരട്ടി വരെ കൂടാൻ. ഓപ്ഷൻ ഡി, അതേപടി തുടരുവാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വർദ്ധിക്കുവാൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ, പൊതു റോഡുകളിൽ വാഹനം ഓടിക്കുന്നതിന് നിയമപരമായ മിനിമം ഇൻഷുറൻസ് പരിരക്ഷ എന്താണ്? ഓപ്ഷൻ എ, തേർഡ് പാർട്ടിയും തീയും മോഷണവും കവർ ചെയ്യണം. ഓപ്ഷൻ ബി, പൂർണ്ണ പരിരക്ഷ ഉള്ളവ. ഓപ്ഷൻ സി, തേർഡ് പാർട്ടി മാത്രം. ഓപ്ഷൻ ഡി, വ്യക്തിഗത പരിക്ക് കവർ ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, തേർഡ് പാർട്ടി മാത്രം. 16ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിയിരിക്കുന്നു. ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് രജിസ്ട്രിംഗ് അതോറിറ്റിയെ എപ്പോഴാണ് അറിയിക്കേണ്ടത്? ഓപ്ഷൻ എ, 14 ദിവസത്തിനുള്ളിൽ. ഓപ്ഷൻ ബി, 28 ദിവസത്തിനുള്ളിൽ. ഓപ്ഷൻ സി, 1 മാസത്തിനുള്ളിൽ. ഓപ്ഷൻ ഡി, നിങ്ങൾ അത് ഇൻഷുർ ചെയ്യുമ്പോൾ മാത്രം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 14 ദിവസത്തിനുള്ളിൽ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സാഹചര്യത്തിലാണ് നിങ്ങളുടെ വാഹനം പിടിച്ചെടുക്കാൻ കഴിയുക? ഓപ്ഷൻ എ, രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഓടിക്കുമ്പോൾ. ഓപ്ഷൻ ബി, അനാവശ്യമായി ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ. ഓപ്ഷൻ സി, രജിസ്ട്രേഷൻ നമ്പറുകൾ തെറ്റായ അളവുകളിൽ എഴുതുമ്പോൾ. ഓപ്ഷൻ ഡി, വാഹനം രൂപമാറ്റം വരുത്തുമ്പോൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഓടിക്കുമ്പോൾ. 18ാമത്തെ ക്വസ്റ്റ്യൻ, സിഗ്നൽ ഇല്ലാത്ത കാൽനട ക്രോസിംഗിനെ സംബന്ധിച്ച് നിയമത്തിൽ എന്താണ് ആവശ്യപ്പെടുന്നത്? ഓപ്ഷൻ എ, വേഗത കൂട്ടുക, എന്നാൽ കാൽനട ക്രോസിംഗിലുള്ള കാൽനട യാത്രക്കാരെ ഇടിക്കുന്നത് ഒഴിവാക്കുക. ഓപ്ഷൻ ബി, വേഗത കുറച്ച് മുന്നോട്ട് പോകുക. ഓപ്ഷൻ സി, കാൽനട ക്രോസിംഗിലുള്ള കാൽനട യാത്രക്കാർക്ക് നിർത്തി മുൻഗണന നൽകുക. ഓപ്ഷൻ ഡി, വേഗത കൂട്ടുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കാൽനട ക്രോസിംഗിലുള്ള കാൽനട യാത്രക്കാർക്ക് നിർത്തി മുൻഗണന നൽകുക. 19ാമത്തെ ക്വസ്റ്റ്യൻ, രാത്രിയിൽ മറ്റ് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ നിങ്ങളുടെ നേരെ ഫ്ലാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ, ആവശ്യമെങ്കിൽ വേഗത കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്തുക. ഓപ്ഷൻ ബി, റോഡിൻ്റെ ഇടതുവശത്തേക്ക് വാഹനം മാറ്റുകയും വേഗത കുറയ്ക്കുകയും ഹെഡ്ലൈറ്റുകൾ ലോ ബീമിലാക്കുകയും ചെയ്യുക. ഓപ്ഷൻ സി, നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ തുടർച്ചയായി ഫ്ലാഷ് ചെയ്യുക. ഓപ്ഷൻ ഡി, വാഹനത്തിൻ്റെ വേഗത കൂട്ടുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, റോഡിൻ്റെ ഇടതുവശത്തേക്ക് വാഹനം മാറ്റുകയും വേഗത കുറയ്ക്കുകയും ഹെഡ്ലൈറ്റുകൾ ലോ ബീമിലാക്കുകയും ചെയ്യുക. 20ാമത്തെ ക്വസ്റ്റ്യൻ, കവർ നോട്ട് എന്നത് നിങ്ങൾക്ക് ഡാഷ് ലഭിക്കുന്നതിന് മുൻപ് നൽകുന്ന ഒരു രേഖയാണ്. ഓപ്ഷൻ എ, ഡ്രൈവിംഗ് ലൈസൻസ്. ഓപ്ഷൻ ബി, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ സി, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ ഡി, PUCC സർട്ടിഫിക്കറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. 28ാമത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 29ാമത്തെ ലെവൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.